തിങ്സ് ടു ഡു ഇൻ ബിസി ഡേയ്സ്. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു ബിസി ആയിട്ടുള്ള ഡേയിൽ നമ്മുടെ മൈൻഡിന് റിലാക്സേഷനും റീഫ്രഷ്മെൻറ്റും ഒക്കെ കിട്ടാൻ സഹായിക്കുന്ന കുറച്ച് സെൽഫ് കെയർ ഹാബിറ്റ്സിനെ കുറിച്ചാണ്. ആദ്യത്തേത് ക്വിക്ക് മൈൻഡ്ഫുൾ ബ്രേക്ക്. ബിസി ഡേയ്സിൽ നമ്മൾ വളരെ സ്ട്രെസ്ഡ് ആയിരിക്കും, മൂഡ് ലോ ആയിരിക്കും. ഇതൊക്കെ പേഴ്സൺ ടു പേഴ്സൺ മാറ്റമുണ്ടായേക്കാം. നിങ്ങളൊരു വർക്കഹോളിക് ആയിട്ടുള്ള ആളാണെങ്കിൽ ബിസി ആയിട്ടിരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം. എങ്ങനെയായിരുന്നാലും എല്ലാ മനുഷ്യർക്കും ഒരു ബ്രേക്ക് ആവശ്യമാണ്. നമ്മുടെ ബോഡിക്കും ബ്രെയിനിനുമൊക്കെ ഈക്വലി ആവശ്യമുള്ള ഒരു കാര്യമാണ് ഈ ക്വിക്ക് ബ്രേക്ക്. അപ്പോൾ അറിഞ്ഞുകൊണ്ടൊരു 10 മിനിറ്റെങ്കിലും ബ്രേക്ക് എടുക്കാൻ ശ്രമിക്കുക. ആ സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക. അല്ലെങ്കിൽ റിലാക്സ്ഡ് ആയിട്ട് വെറുതെ കുറച്ച് നേരം ഇരിക്കുക, ഇല്ലെങ്കിൽ കിടക്കുക. എങ്ങനെയാണോ നിങ്ങൾക്കിഷ്ടമുള്ളത് ആ രീതിയിൽ നിങ്ങളെ ഒന്ന് റിലാക്സ്ഡ് ആക്കുക. ഇതാണ് ക്വിക്ക് മൈൻഡ്ഫുൾ ബ്രേക്ക്. ഹൈഡ്രേറ്റ് കൺസിസ്റ്റൻ്റ്ലി. ഇതും നമ്മൾ വർക്കൊക്കെ ചെയ്ത് ആകെ ടയേർഡായിട്ട് ഇരിക്കുകയാണെങ്കിൽ ക്വിക്കായിട്ട് നമ്മളെ മൈൻഡ് റീഫ്രഷ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബെസ്റ്റ് സെൽഫ് കെയർ ഹാബിറ്റാണ്. അതിനായിട്ട് നമ്മൾ എവിടെ ഇരുന്നാണോ വർക്ക് ചെയ്യുന്നത് അതിൻ്റെ അടുത്ത് കുറച്ച് വെള്ളം എടുത്ത് വയ്ക്കുക. ഈ വെള്ളം കുടിക്കുന്നതിലൂടെ എന്ത് സംഭവിക്കുകയെന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിനിലോട്ട് കൂടുതൽ ഓക്സിജൻ എത്തും. അങ്ങനെ കൂടുതൽ ഓക്സിജൻ എത്തുമ്പോൾ നമ്മുടെ മൈൻഡ് റീഫ്രഷ് ആകും. നമുക്ക് എഫക്റ്റീവായിട്ട് കൂടുതൽ പ്രൊഡക്റ്റീവായിട്ട് നമ്മുടെ ജോലികൾ ചെയ്യാൻ സാധിക്കും. മൂന്നാമത്തേത് പ്രയോറിറ്റൈസ് യുവർ ടാസ്ക്. ബിസി ഡേയ്സിൽ ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് നിങ്ങളുടെ ടാസ്ക് ഒന്ന് പ്രയോറിറ്റൈസ് ചെയ്യുക എന്നത്. ഇതും സെൽഫ് കെയറിൻ്റെ ഒരു ഭാഗമാണ്. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ആകെപ്പാടെ എല്ലാം കൂടെ കുഴഞ്ഞു മറിഞ്ഞു പോകാണ്ടിരിക്കാനും വേണ്ട കാര്യങ്ങൾ മറന്നു പോകാണ്ടിരിക്കാനും സ്ട്രെസ്ഡ് ആയിട്ട് ജോലി ചെയ്യേണ്ടി വരുന്ന അവസ്ഥ ഒഴിവാക്കാനും പറ്റുന്ന ഒരു ബെസ്റ്റ് സെൽഫ് കെയർ ഹാബിറ്റ് തന്നെയാണ് പ്രയോറിറ്റൈസ് യുവർ ടാസ്ക് എന്നത്. നെക്സ്റ്റ് വൺ, റിജുവിനേറ്റിംഗ് വോക്സ്. ബിസി ആയിട്ടുള്ള ഷെഡ്യൂളുള്ള ഒരു ദിവസമാണ് എന്നുണ്ടെങ്കിൽ ഒരു 5-10 മിനിറ്റ് നടക്കാനിറങ്ങുന്നത് നിങ്ങളെ റീഫ്രഷ് ആക്കി മാറ്റാനുള്ള കാര്യമാണ്. മൈൻഡും റിലാക്സ്ഡായി കിട്ടും. ഫിഫ്ത്ത് വൺ, ഹെൽത്തി മീൽസ്. എത്ര ബിസി ആയിരുന്നാലും ഹെൽത്തി ആൻഡ് ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്യുക. ബിസി ഡേയ്സിൽ പ്രത്യേകിച്ചും നമ്മുടെ ബോഡി ആകെപ്പാടെ ടയേർഡായിട്ടിരിക്കുന്ന ദിവസമായിരിക്കും. നമ്മുടെ ബോഡിക്ക് ഒരുപാട് എനർജി വേണ്ടി വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ബാലൻസ്ഡ് ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ ശ്രമിക്കുക. എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ബോഡിയെയും മൈൻഡിനെയും ഒരുപോലെ എനർജൈസ് ചെയ്യും. നിങ്ങളുടെ ജോലികൾ എഫക്റ്റീവായി ചെയ്തു തീർക്കാൻ ഈ ഒരു കാര്യം ഹെൽപ്പ് ചെയ്യും. ഇതൊന്നും ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യണം എന്നല്ല പറയുന്നത്. ഒരു 5-10 മിനിറ്റ് എടുത്ത് ഹെൽത്തി ആയിട്ടുള്ള സാലഡ്സോ സ്നാക്കോ ഒക്കെ കഴിക്കുക. നെക്സ്റ്റ് വൺ, പവർ നാപ്പ്. നിങ്ങളുടെ ബോഡി മൈൻഡ് ഒക്കെ ഡള്ളായിരിക്കുകയാണ് എന്ന് ഫീൽ ചെയ്യുവാണെങ്കിൽ ഒരു 20 മിനിറ്റ് പവർ നാപ്പ് എടുക്കാൻ കഴിഞ്ഞാൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിലേക്ക് കൂടുതൽ ഉത്സാഹത്തോടെയും ഉന്മേഷത്തോടെയും തിരിച്ചു വരാൻ സാധിക്കും. പവർ നാപ്പ് എടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോളുക. അലാം സെറ്റ് ചെയ്തിട്ട് വേണം പവർ നാപ്പ് എടുക്കാൻ, ഇല്ലെങ്കിൽ ചിലപ്പോൾ ക്ഷീണം കാരണം ഉറങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. അടുത്ത ഒരു പോയിൻ്റാണ് ഡീപ്പ് ബ്രീത്തിങ് എക്സസൈസ് എടുക്കുക എന്നുള്ളത്. നിങ്ങളുടെ വർക്കിൻ്റെ ഇടയ്ക്കോ എപ്പോഴെങ്കിലും ഭയങ്കര ടയേർഡായിട്ട് ഫീൽ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഡീപ്പ് ബ്രീത്തിങ് എക്സസൈസ് ചെയ്തു നോക്കുക. പതിയെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, എന്നിട്ട് പതിയെ പുറത്തേക്ക് വിടുക. ഇങ്ങനെ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബോഡിയും മൈൻഡും ഒക്കെ പെട്ടെന്ന് റിലാക്സ്ഡായി മാറും. നെക്സ്റ്റ് വൺ, എ കാമിങ് പോഡ്കാസ്റ്റ്. റിലാക്സ് ആകാൻ സഹായിക്കുന്ന രീതിയിലുള്ള പോഡ്കാസ്റ്റോ മ്യൂസിക്കോ ഒക്കെ കേൾക്കുക. ട്രാവൽ ചെയ്യുന്ന ടൈം ഇതിനായിട്ട് യൂസ് ചെയ്തോളൂ. അപ്പോൾ എക്സ്ട്രാ ടൈമും പോവില്ലല്ലോ. 10ാമത്തേത്, സ്ട്രെച്ച് യുവർ ബോഡി. നമ്മുടെ ബോഡിയും മൈൻഡുമൊക്കെ ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ചും ചെയ്തും ആകെപ്പാടി സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒന്ന് റിലീവ് ചെയ്യാൻ വേണ്ടി ചെയ്യാവുന്ന ഒരു കാര്യമാണ് നമ്മുടെ ബോഡി ഒന്ന് സ്ട്രെച്ച് ചെയ്യുക എന്നുള്ളത്. സ്ട്രെച്ച് ചെയ്യുക എന്ന് വെച്ചാൽ പതിയെ ഒന്ന് കൈയും കാലുമൊക്കെ ഒന്ന് നിവർത്തുക. 11ാമത്തേത്, അൺബ്ലോക്ക് ഫ്രം സ്ക്രീൻസ്. ബിസി ആയിട്ടുള്ള ദിവസങ്ങളിൽ മിക്കവാറും എല്ലാവരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ഉണ്ട്. 5-10 മിനിറ്റ് ബ്രേക്ക് എടുക്കുന്ന ടൈമിൽ ഓടിപ്പോയി ഫോൺ നോക്കുക, TV കാണുക എന്നുള്ളതൊക്കെ. ഇതൊരിക്കലും നമ്മുടെ സ്ട്രെസ്സിനെയും ടെൻഷനെയും ഒന്നും കുറയ്ക്കില്ല, പകരം കൂട്ടുകയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സ്ട്രെസ്ഡ് ഔട്ട് ആയിട്ടിരിക്കുന്ന ദിവസം റിലാക്സ് ചെയ്യാനായി സ്ക്രീനിനെ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക. ലാസ്റ്റ് വൺ, റിമെമ്പർ യുവർ പോസിറ്റീവ്. ബിസി ആയിട്ടുള്ള ദിവസങ്ങളിൽ ഇമ്പോർട്ടൻ്റ് അല്ലാത്ത കുറേ കാര്യങ്ങൾ ചെയ്യാൻ മിസ്സായി പോയിട്ടുണ്ടാകും. അത് നിങ്ങളുടെ മൈൻഡിൽ നെഗറ്റീവായി ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാനായി ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് നിങ്ങളുടെ പോസിറ്റീവ് എന്താണ്, നിങ്ങൾക്ക് എത്രത്തോളം കാര്യങ്ങൾ ഇന്ന് അച്ചീവ് ചെയ്യാൻ സാധിച്ചു എന്നത് നിങ്ങളെ തന്നെ ഒന്ന് റിമൈൻഡ് ചെയ്യുക. ഒരു ബുക്ക് എടുത്ത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്താൽ മതിയാകും.
അപ്പോൾ ആ ഡേ പ്രൊഡക്റ്റീവായി ചിലവഴിച്ചു എന്നൊരു ഫീല് നമുക്ക് കിട്ടും. അതുവഴി നമുക്ക് സാറ്റിസ്ഫാക്ഷനും സന്തോഷവും കിട്ടും. ഇത്രയുമേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് കരുതുന്നു.